ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഏതെന്ന് വെച്ചാൽ നമ്മൾ ആ ബഗ്ഗിയുടെ ക്യാനൺ ബോൾ എടുത്തിട്ട് സോറോ ഫയർ ചെയ്യുന്നതും ബഗ്ഗി ബോൾ ഫയർ ചെയ്യുന്ന അതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പം ആ ഒരു ബഗ്ഗി ബോൾ ഫയറിംഗ് ഒക്കെ ക്യാനൺ ഫയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സോറോ എന്തോ ചെയ്യും, നമ്മളെ ലൂഫീനെ പൊക്കിക്കൊണ്ട് സോറോ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. ആ ഒരു സമയത്ത് അവിടെ ഒരു പട്ടിക്കുട്ടി വരും. ആ പട്ടിക്കുട്ടി നിന്നിട്ട് ഈ ഒരു നമ്മളെ ലൂഫിയുടെ കേജ് തുറക്കാനുള്ള കീ ഒക്കെ മറ്റിൽ കൊടുക്കും. എന്നിട്ട് ലൂഫിനെ ഫ്രീ ആക്കി വിടും. അപ്പം ആ സമയത്ത് കുറേ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെ കുറേ കഥകൾ, ഫ്ലാഷ് ബാക്കൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. ഈ ഒരു പട്ടിയുടെ കാര്യവും അവിടുത്തെ ആ ഒരു മേയറും ഒരു ഡോക്ടറും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ലൊരു സെൻറ്റിമെൻ്റൽ സ്റ്റോറിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തോ നമ്മളെ ഈ ഒരു ബഗ്ഗി വന്നിട്ട് ഈ കാണുന്ന ഈ ഒരുത്തനാണ് ഈ സിറ്റിയിലെ മേയർ. അപ്പോൾ അയാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇയാൾ ഒറ്റ ഒരുത്തനാണ് ഈ ബഗ്ഗിക്കെതിരെയായിട്ട് ഈ ഒരു ഗ്രാമത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ഈ ബഗ്ഗിനെ പേടിച്ചിട്ട് ഓടിപ്പോയി. അപ്പം ആ ഒരു സമയത്ത് അവിടെ നല്ലൊരു ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം ഈ സോറോയും ലൂഫിയും നമ്മളെ ബഗ്ഗിയുടെ ക്രൂ മെമ്പേഴ്സുമായിട്ടൊക്കെ ഉള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സോറോയുടെ ഓപ്പണൻ്റായിട്ട് വന്നേക്കുന്ന ഒരു അക്രോബാറ്റിക് കണ്ണാപ്പിയാണ്. അപ്പോൾ യവന് സോറോ ആയിട്ട് നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പം സോറോ ഒന്നാമത് ഇഞ്ചേർഡ് ആയിട്ടിരിക്കുന്നു. മറ്റേ പയ്യൻ വന്നിട്ട് ബഗ്ഗി വന്നിട്ട് അവനെ കുത്തിയതും ഈ മറ്റേ ഫുൾ ഇഞ്ചേർഡ് ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഒരു വീടൊക്കെ പൊളങ്ങി സോറോയുടെ മണ്ടയിൽ കൂടെ വീണ്. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നായിരുന്നു. അപ്പം അത് നമ്മൾ മിസ് ചെയ്തു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഇഞ്ചേർഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇതേപോലെ ഈ ഒരുത്തൻ വന്ന് ഫൈറ്റ് ചെയ്യാൻ വന്നത്. അപ്പം ഇവന്മാരൊക്കെ ഗട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ അപാരമാണ് സോറോയ്ക്കും ലൂഫിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളെ സോറോ ഫൈറ്റ് ചെയ്യാൻ പോകും. അത് മോട്ടിവേറ്റ് ചെയ്യുന്നത് ലൂഫിയാണ്. ലൂഫി ചെന്നിട്ട് സൈഡിൽ നിന്നിട്ട് അവനെ മോട്ടിവേറ്റൊക്കെ ചെയ്ത് സെറ്റാക്കി വിടുകയും ചെയ്യും. അതൊക്കെ കണ്ട് നമ്മളെ നാമി യവന്മാർ വട്ടന്മാരാണ്, കിറുക്കന്മാരാന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ നമ്മളെ ബഗ്ഗിയുടെ ട്രഷർ അടിക്കാൻ വേണ്ടിയിട്ട് അവളെ പണി നോക്കി അങ്ങ് പോകും. അവൾ പോണ സമയത്ത് അവിടെ ഒരു ഗാർഡൊക്കെ ഉണ്ട്. അപ്പോൾ അവനെയൊക്കെ അടിച്ചൊരു വഴിക്കാക്കിയിട്ട് അവൾ എങ്ങനെയെങ്കിലുമൊക്കെ ട്രഷറും കൊണ്ട് അവിടെ നിന്ന് മുങ്ങും. ആ സമയത്ത് നമ്മൾ സോറോടെയും മറ്റവൻ്റെയും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പം നമ്മളെ ബഗ്ഗി അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് മറ്റവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പം ബഗ്ഗി കയറുമ്പോൾ എന്തോ ചെയ്യും, നമ്മളെ ലൂഫിയും കൂടെ കയറി വരും. എന്നിട്ട് ലൂഫി പറയും, ഞാൻ ഇവിടെ മാങ്ങ വരയ്ക്കാൻ നിൽക്കുക, നീ എന്തൊന്ന് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് ലൂഫി കയറി അവനോട് ഫൈറ്റ് ചെയ്യാൻ അങ്ങ് പോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ നാമി എന്തോ ചെയ്യും, മറ്റേ ട്രഷറെ കണ്ടുപിടിച്ചിട്ട് അത് അടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പം അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ ഇപ്പോഴാണ് വരുന്നത്. അത് കുറച്ച് വിട്ടുപോയി. അപ്പം അവൻ വന്നിട്ട് ഈ സമയത്താണ് യവനെ അടിച്ചിടുന്നതും. അവൾ ചെറിയൊരു ഇതേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് അവൾ ആ ഒരു ട്രഷറൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവും. പിന്നെ സ്ക്രീൻ നേരെ കാണിക്കുന്നത് നമ്മൾ സോറോയുടെ സൈഡാണ്. അപ്പോൾ സോറോ എന്താ ചെയ്യും, സോറോയ്ക്കെന്ന് പറയുമ്പോൾ കുറേ യുണീക്ക് സ്കിൽസ് ഉണ്ട്. അവന് കുറേ സോർട്സ് മെത്തേഡൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണം യൂസ് ചെയ്തിട്ട് അവൻ്റെ ഓപ്പോസിറ്റുള്ള എനിമിനെ അവൻ ഫിനിഷ് ചെയ്യും. അപ്പോൾ ഈ ഒരു സീൻ എന്നൊക്കെ പറയുമ്പോൾ സോറോയ്ക്ക് നല്ലൊരു മാസ്സായിട്ടുള്ളൊരു ഫീൽ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെയൊക്കെ. അതൊക്കെ നമ്മൾ ലൂഫിയുടെ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ യവന് ഇതൊക്കെ മുൻകൂട്ടി അറിയാം. ഐ നോ ഇറ്റ്, അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡാണ് ലൂഫിക്കെന്ന് വെച്ചാൽ ലൂഫിയുടെ ക്രൂ മെമ്പേഴ്സിനൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അപ്പം അവന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അവന്മാരെക്കാളും വിശ്വാസമുള്ളത് നമ്മൾ ലൂഫിക്കാണ്. അങ്ങനത്തെ ഒരുത്തനാണ് ലൂഫി. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എന്തുവായും നമ്മളെ ബഗ്ഗി ലൂഫിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഈ സമയത്താണ് ഇവൻ നമ്മളെ ലൂഫിയുടെ സ്ട്രോ ഹാറ്റ് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇവൻ ചോദിക്കും, ഈ സ്ട്രോ ഹാറ്റ് എനിക്ക് ഇവിടെ നിന്നിട്ട് ഈ സ്ട്രോ ഹാറ്റ് വെച്ച് അങ്ങനെ ഒരുത്തന്നെ എനിക്കറിയാം, ഷാങ്ക്സ് എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ അവനെ ഡീറ്റെയിൽസൊക്കെ പറയും. അപ്പോൾ ലൂഫിയും പറയും, ലൂഫിക്ക് ഷാങ്ക്സ് ആണ് ഈ ഒരു ഹാറ്റ് കൊടുത്തത്, ലൂഫിയും ഷാങ്ക്സ് ഫ്രണ്ട്സാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പം എന്തുവാണ്, ഈ ബഗ്ഗിയും ഷാങ്ക്സും ഒരേ ക്രൂവിലുണ്ടായിരുന്നതാണ്, ഒരേ ഷിപ്പിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ബഗ്ഗിക്ക് ഷാങ്ക്സിനെ കണ്ടുകൂടാ. കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ എന്തോ ചെയ്യും, ഒരേ ഷിപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ബഗ്ഗി എന്ന് വെച്ചാൽ ഒരു പൈസ ഉണ്ടാക്കണം എന്നൊരു കോൺസെപ്റ്റിലുള്ള ഒരുത്താണ്. അപ്പോൾ ആ ഷിപ്പിൽ അവന്മാർ കണ്ടുപിടിച്ച ഒരു ഡെവിൾ ഫ്രൂട്ട് അവന്മാർ എന്തോ ചെയ്യും, ഈ ബഗ്ഗി എടുത്തിട്ട് അടിച്ചു മാറ്റിയിട്ട് വിൽക്കാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഷാങ്ക്സ് വരും. അപ്പോൾ അവൻ്റെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഈ ഡെവിൾ ഫ്രൂട്ട് എടുത്തിട്ട് എന്തോ ചെയ്യും, ഈ നമ്മളെ ബഗ്ഗി വായിലിടുകയും ചെയ്യും. അവൻ വന്ന് സർപ്രൈസ് കൊടുത്ത കാരണം യവൻ ആ സാധനം എടുത്ത് അങ്ങ് വിഴുങ്ങുകയും ചെയ്യും. അതൊക്കെ കൊണ്ട് തന്നെ ഈ ഷാങ്ക്സ് കാരണമാണ് ഈ ബഗ്ഗി ഡെവിൾ ഫ്രൂട്ട് തിന്നതെന്നും പറഞ്ഞിട്ടാണ് ഷാങ്ക്സിനെ നമ്മളെ ബഗ്ഗി കണ്ടുപിടാത്തത്. അങ്ങനെ അതിനിടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കഥകളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ബഗ്ഗി നല്ല ടെൻഷനാവും, ബഗ്ഗി നല്ല ദേഷ്യമൊക്കെ ആവും. കാരണം എന്ന് വെച്ചാൽ ഇവൻ ഷാങ്ക്സിൻ്റെ കൂടെ അല്ലേ. അപ്പോൾ ഷാങ്ക്സിൻ്റെ പേര് കേൾക്കണമെന്ന് നമ്മളെ ബഗ്ഗി കറിയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മളെ നാമി വന്നിട്ട് നമ്മളെ ബഗ്ഗിയുടെ ട്രഷറെല്ലാം അടിച്ചു കൊണ്ടുപോകണം ബഗ്ഗി കാണുന്നത്. അപ്പോൾ ബഗ്ഗി അവളെ പിടിക്കാനായിട്ട് അവളെ പിറകെ പോകും. അപ്പോൾ ഈ സമയം നോക്കുമ്പം ബഗ്ഗിയുടെ കാല് രണ്ടെണ്ണം മാത്രം അതുവഴി നടന്നു പോകുന്ന നമ്മളെ ലൂഫി കാണും. അപ്പോൾ ഈ കാലെടുത്ത് വെച്ചിട്ട് എന്തോ ചെയ്യും, നമ്മളെ ലൂഫി അവനെ ഇക്കളാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ കാലിൽ അറ്റാക്ക് ചെയ്യും. അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെ നല്ല ഹെവി ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യും, നമ്മളെ ബഗ്ഗിനെ കുറേ സ്ഥലത്ത് കോമഡി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് കാരണം വെച്ചാൽ എന്തോ ചെയ്യും, ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഈ നാമി എന്തോ ചെയ്യും, ഇവൻ്റെ ഈ ബോഡി പാർട്സൊക്കെ എടുത്തിട്ട് കെട്ടി വയ്ക്കും. അങ്ങനെ ഇവൻ കുട്ടിയാവും. അപ്പോൾ അത് കാരണം തന്നെ ഇവന് ഫൈറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ലൂഫി ഇതാണ് നമ്മളെ തക്കമെന്ന് നോക്കിയിട്ട് ഇവൻ എന്തോ ചെയ്യും,
ഇവൻ നമ്മളെ സൂപ്പർമാൻ അല്ലേ, ഇവൻ നമ്മളെ റബ്ബർമാനാണ്. സൂപ്പർമാൻ റബ്ബർമാൻ പഞ്ച് കൊടുക്കും. അപ്പം റബ്ബർമാൻ പഞ്ച് കൊടുത്ത് അവനെ ആകാശത്തോട്ടങ്ങ് പറത്തി കളയും. അപ്പോൾ അതിന് ശേഷം അവന്മാർ നമ്മളെ സോറോനെ കാണാൻ പോകും. സോറോ ഒക്കെ ഡാമേജ് ആയി കിടക്കുകയാണ്. അപ്പോൾ ആ സമയം നോക്കുമ്പം ഇവരെ നാട് വിട്ടുപോയ വില്ലേജേഴ്സൊക്കെ ക്യാനൺ ഫയറും അവിടെ കുറേ ബഹളമൊക്കെ കേൾക്കുന്ന കാലം അവരെല്ലാം തിരിച്ചു വരും. അപ്പോൾ അവരെല്ലാം തിരിച്ചു വന്നിട്ട് നോക്കുമ്പം എന്തോ ചെയ്യും, ഈ നാമിയൊക്കെ പറയും നമ്മളെ പൈററ്റ്സ് ആണെന്ന് പറയൽ, ഇവർ നമ്മളെ കൊല്ലും എന്നൊക്കെ പറയുമ്പം ലൂഫി എന്തോ ചെയ്യും, ലൂഫി അതൊന്നും കേൾക്കാതെ തന്നെ ഇവൾ പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ലൂഫി പറയും നമ്മളെല്ലാം പൈററ്റ്സ് ആണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവൻ പൊട്ടണമെന്ന് വെച്ചാൽ ലോക പൊട്ടനാണ് അവൻ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ആ നാട്ടുകാർക്കും കൂടെ കലിയാവും. അവരെ മേയറിനെ ആര് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ചോദിക്കും. അപ്പോൾ അതും ലൂഫിയാണെന്ന് തന്നെ പറയും. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അവനെ അടിച്ചു അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതും കൂടെ കേൾക്കുമ്പോൾ ഈ നാട്ടുകാർക്ക് ഭയങ്കരമായിട്ട് കലിയാവും. അങ്ങനെ യവന്മാരെന്തോ ചെയ്യും, യവന്മാർ നമ്മളെ ലൂഫിനെ സോറോനെ നാമിനെ കൂടെ ഓടിക്കും. അപ്പോൾ ഇവർ ജീവനും കൊണ്ട് ഓടും. ആ സമയത്താണ് നമ്മളെ ആരൊക്കെയാണ് നമ്മളെ മേയറിന് ബോധമൊക്കെ വരുന്നത്. അങ്ങനെ മേയർ ബോധമൊക്കെ വരുമ്പോൾ മേയർ അടിച്ച് കാര്യമൊക്കെ പറയും. എന്നിട്ട് നേരെ മേയർ യവന്മാർ ഷിപ്പിൽ കയറി പോകുമ്പോൾ അവിടെ എത്തും. അപ്പോൾ അവിടെ എത്തിയിട്ട് മേയർ യവന്മാർക്ക് താങ്ക് യു ഒക്കെ പറയും. അങ്ങനെ ആ സമയത്ത് മേയർ ഫീലായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൂഫിയൊക്കെ ഒരു ലാൻഡിൽ പോകുമ്പോൾ അവിടെ ഉള്ളവരെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടാണ് അവന്മാർ അവിടെ നിന്ന് പോണത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നല്ല സൈഡൊക്കെ ഉണ്ട് യവന്മാർക്ക്. ബാക്കിയുള്ള പൈറേറ്റ്സൊന്നും ഇല്ലാത്ത കുറേ ക്വാളിറ്റീസ് ഉള്ള പൈറേറ്റ്സാണ് നമ്മളെ ലൂഫിയുടെ പൈറേറ്റ്സ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് ക്ലോസ് ആണ്. അപ്പം അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരു സ്റ്റേ ട്യൂൺഡ്.